Hello guys, welcome to our online classes. So നമ്മളോട് നോക്കാൻ പോകുന്നത് കൂളോംസ് ലോയുടെ വെക്ടർ ഫോമിനെ കുറിച്ചാണ്. സോ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ എന്താണ് കൂളോംസ് ലോ എന്നും അതിന്റെ പ്രോപ്പർട്ടീസും എല്ലാം മനസ്സിലാക്കി ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് കഴിഞ്ഞ 2 വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം എടുക്കുക, കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കാൻ പോകുന്നത്. സോ നമ്മുടെ പോർഷൻ വെക്ടർ ഫോം ഓഫ് കൂളോംസ് ലോ എന്നാണ്. വെക്ടർ ഫോം ഓഫ് കൂളോംസ് ലോ. സോ ഇതെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കറിയാം വാട്ട് യു മീൻ ബൈ കൂളോംസ് ലോ? 2 ചാർജുകൾ അല്ലേ, Q1 Q2 എന്ന് പറയുന്ന 2 ചാർജുകൾ. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഇവർക്കിടയ്ക്കുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഇക്വേഷൻ ആണ്. K into a constant F of air ആണ് മീഡിയമെങ്കിൽ Q1 Q2 by R square. ഇതല്ലേ അതിന്റെ ഇക്വേഷൻ. ഇതിപ്പോ ഒരു 10 ന്യൂട്ടൺ ആണെങ്കിൽ 10 ന്യൂട്ടൺ, 5 ന്യൂട്ടൺ ആണെങ്കിൽ 5 ന്യൂട്ടൺ, എത്രയാണോ ചാർജ് കറസ്പോണ്ടിങ് ഒരു ന്യൂട്ടൺ കിട്ടത്തില്ല നമുക്ക്, യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് അറിയാലോ. ഓക്കെ, എന്താണ് വെക്ടർ ഫോം? ഇത് നമ്മൾ പ്ലസ് 1 പഠിച്ചത് ഗ്രാവിറ്റേഷൻ ഉള്ള പോർഷനിൽ. വെക്ടർ ഫോം ആണോ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ LHS കിടക്കുന്ന ഈ ക്വാണ്ടിറ്റി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫോഴ്സ് അതിന് വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ? കാരണം അതിന് ഒരു വെക്ടർ ക്വാണ്ടിറ്റി വെച്ചാൽ അതിന് എന്തുണ്ടായിരിക്കണം? മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെയല്ലേ നമ്മൾ പ്ലസ് 1 ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചത്? അതിലൊരു മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ട്, അതിലൊരു ഡയറക്ഷൻ ഏതിലേക്കാണ് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണ് അത് ആക്ട് ചെയ്തത്. ഇങ്ങനെ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വെക്ടർ കറക്റ്റ് ആവുള്ളൂ, ആണോ? സോ ഒരു വെക്ടറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, K എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് നമ്പറാണ്. Q1 ചാർജ് ആണ്, ചാർജ് എന്ന് പറഞ്ഞാൽ സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. Q2 അഗൈൻ ചാർജ്, സ്കെയിലർ ക്വാണ്ടിറ്റി തന്നെയാണ്. നമ്പർ സ്കെയിലർ ഇൻടു സ്കെയിലർ ബൈ R ഡിസ്റ്റൻസ് ആയാണ് എടുത്തിരിക്കുന്നത്. R ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്കെയിലർ തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കി, LHS കിടക്കുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയും RHS മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ ഇതിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഡയറക്ഷൻ കണ്ടിട്ടുണ്ടോ? അതിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവനെ ഡയറക്ഷൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്താൽ മാത്രമല്ലേ ഈ ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എത്തുള്ളൂ. അതായത് ഈ ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്തു അതും കൂടെ പറഞ്ഞാൽ മാത്രമേ ഇത് കറക്റ്റ് ഒരു വെക്ടർ ആവുള്ളൂ. ക്ലിയർ ആണോ? നമ്മൾ കൂളോംസിനെ പഠിച്ച ഈ സാധനം എന്ത് മാത്രമാണ്? അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. അപ്പൊ വെക്ടർ ഫോം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൂടി കൺസിഡർ ചെയ്യണം? ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യണം. അപ്പോ വെക്ടർ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ഈ ഡയറക്ഷൻ എങ്ങനെയാണ്, ഇതാണ് നമ്മൾ വെക്ടർ ഫോം ഓഫ് കൂളോംസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പഠിക്കാൻ പോകുന്നത്. ഈ പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിന്റെ 90% 90% ഓഫ് ഡെറിവേഷൻസ് ആൻഡ് പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ ഈ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ള കൺസെപ്റ്റ് ബേസ് ആണ്. ആ ബേസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ചാപ്റ്ററിലെ ഡെറിവേഷൻസും പ്രോബ്ലംസും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഈ ക്വസ്റ്റ്യൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സ് ചോദിക്കാം. സോ നമുക്ക് വെക്ടർ ഫോം ഓഫ് കൂളോംസ് ലോ പഠിക്കുന്നതിന് മുന്നേയായിട്ട് പ്ലസ് 1 വെക്ടറിനെ കുറിച്ച് പഠിച്ച പോർഷൻസ് ഒന്നുകൂടെ നോക്കാം. കാരണം അത് പഠിച്ചാൽ ഇത് കുറച്ച് എളുപ്പമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് നോക്കിയിട്ട് വന്നിട്ട് ഇത് നോക്കിയാൽ പോലെ. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലസ് 1 വെക്ടറിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. പ്ലസ് 1 വെക്ടർ എന്താണെന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വെക്ടർ എന്ന് പറഞ്ഞാൽ അതിലൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ഇതല്ലായിരുന്നു സിമ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് വെക്ടർ. മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം, ആ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫോഴ്സ് ആണെങ്കിൽ 5 ന്യൂട്ടൺ, ഡയറക്ഷൻ ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തുകൊണ്ടാണ് ക്യാപ് കൊടുത്തത്? എന്താ വെക്ടർ ഇസ് കാൾഡ് യൂണിറ്റ് വെക്ടർ. എന്താ യൂണിറ്റ് വെക്ടർ വെച്ചാൽ? യൂണിറ്റ് വെക്ടർ മീൻസ് മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വെക്ടറിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? I ക്യാപ്പ്, J ക്യാപ്പ്, K ക്യാപ്പ്, ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ആക്സിസിനും നമ്മൾ യൂണിറ്റ് വെക്ടർ പഠിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം പ്രത്യേകത അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അതുകൊണ്ട് തന്നെ ഈ വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിനെ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ മാഗ്നിറ്റ്യൂഡിന് ചേഞ്ച് ചെയ്തില്ല, പക്ഷെ അതിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഓർമ്മയുണ്ടോ? എനിക്കൊന്ന് പറഞ്ഞു തന്നെ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ യൂണിറ്റ് വെക്ടർ? യൂണിറ്റ് വെക്ടർ A is equal to വെക്ടർ A divided by A എന്ന് എഴുതിക്കോട്ടെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് A ആണോ? സോ ഈ കൺസെപ്റ്റ് വേണം, കാരണം നമുക്ക് ഇതിനകത്ത് യൂണിറ്റ് വെക്ടറിന്റെ ആവശ്യം വരുന്നുണ്ട്. ഡയറക്ഷൻ കൊടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം അതിന്റെ യൂണിറ്റ് വെക്ടർ കറസ്പോണ്ടിങ് ഡയറക്ഷന്റെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാകുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡിന് ചേഞ്ച് വരുന്നില്ല, ഡയറക്ഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ വെക്ടർ ഫോം ആക്കാൻ എളുപ്പമാണ്. യൂണിറ്റ് വെക്ടർ എന്താണെന്ന് പഠിച്ചാൽ മതി, ആണോ? ഇനി നമ്മൾ പ്ലസ് 1 പഠിച്ച വേറെ കൺസെപ്റ്റ് നമുക്ക് നോക്കട്ടെ. പൊസിഷൻ വെക്ടർ. വാട്ട് ഈസ് പൊസിഷൻ വെക്ടർ? അത് പഠിച്ചതാണ്, ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. പൊസിഷൻ വെക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതാണ് ഒറിജിൻ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എന്റെ കയ്യിൽ ഒരു പൊസിഷൻ ഉണ്ട്, A എന്നാണ് വിളിക്കുന്നത്. ഇതിലെ പൊസിഷൻ വെക്ടർ എങ്ങനെയാണ് വരയ്ക്കുന്നത് ചോദിച്ചാൽ നമുക്കറിയാം, ഒറിജിനിൽ നിന്ന് ഇവിടേക്ക് വരയ്ക്കുന്ന ഈ ലൈനാണ് ഇതിന്റെ പൊസിഷൻ വെക്ടർ. ഞാൻ അതിനെ R1 എന്ന് വിളിച്ചോട്ടെ.
ചുമ്മാ ഒരു പേര് കൊടുത്തു R1 പൊസിഷൻ വെക്ടർ ഓഫ് A is at R1 ഒറിജിനിൽ നിന്ന് A യിലേക്ക് ഈ ഡയറക്ഷൻ ആണ് അതിന്റെ പൊസിഷൻ വെക്ടർ. ഇനി ഇവിടെ ഒരു പൊസിഷൻ ഞാൻ വീണ്ടും കൺസിഡർ ചെയ്യാണ്. ദാറ്റ് പൊസിഷൻ is at B. എന്താണ് B. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പൊസിഷൻ വെക്ടർ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? പൊസിഷൻ വെക്ടർ is always from origin to that point and that position vector is called R2. ഞാൻ പേര് ചുമ്മാ വിളിക്കാം. എന്താണെന്ന് വെച്ചാൽ R2. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം, ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു വെക്ടർ പ്രൊജക്ട് ചെയ്താൽ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു വെക്ടർ പ്രൊജക്ട് ചെയ്താൽ ഈ വെക്ടറിന്റെ പേര് ഞാൻ R21 എന്ന് പറഞ്ഞോട്ടെ. ഇങ്ങോട്ടാണ് 2ലേക്ക്, അതായത് R2ലേക്ക് R1 നിന്ന് അല്ലെങ്കിൽ എയിൽ നിന്ന് വരച്ച വെക്ടറെ ഞാൻ R21 എന്ന് വിളിക്കുന്നു. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് R21? വെക്ടർ R21 എങ്ങനെ എഴുതാൻ എനിക്ക്? യെസ്, R21 എന്ന ലെങ്ത് ഇൻറ്റു R21 ന്റെ ക്യാപ്പ്. R21 എന്ന ലെങ്ത് ഇൻറ്റു R21 ന്റെ ക്യാപ്പ്. R21 ന്റെ ക്യാപ്പ് ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും അല്ലേ? R21 ക്യാപ്പ് ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കത്തില്ലേ? മനസ്സിലായോ? R21 ക്യാപ്പ് ഈ ഡയറക്ഷനിലായിരിക്കും. R21 ക്യാപ്പ് ഈ ഡയറക്ഷൻ അങ്ങോട്ടാണ്. വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ R21 R21 is equal to എങ്ങോട്ടായിരുന്നു? യെസ്, ഇറ്റ് ഈസ് R2 മൈനസ് R1. വെക്ടർ R2 എങ്ങോട്ടാണോ ചെന്നത് അതെ മൈനസ് എവിടെ നിന്നാണോ വന്നത് ഇതും നമ്മൾ പ്രസന്റ് പഠിച്ചതാണ്. പൊസിഷൻ വെക്ടർ ഓഫ് R21 is equal to വെക്ടർ പ്രൊജക്റ്റഡ് ഫ്രം A to B R21 is equal to വെക്ടർ R21 is equal to R2 മൈനസ് R1. സിമിലർലി ഞാൻ ഒരു വെക്ടറിനെ ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യട്ടെ. ഇവിടുന്ന് ബിയിൽ നിന്ന് എയിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. അതിന്റെ പേര് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് R12 എന്നല്ലേ വിളിക്കാം. ഡയറക്ഷൻ പഠിക്കാനുള്ള ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ പ്ലസ് വണ്ണിലെ പോർഷൻസ് ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. സോ ഇവിടുന്ന് അങ്ങോട്ടുള്ളതിനെ ഞാൻ R12 എന്ന് വിളിച്ചാൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് R12? R12 into R12 ക്യാപ്പ്. R12 into R12 ക്യാപ്പ്. ആൻഡ് വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് R12 ക്യാപ്പ്? ഇവിടുന്ന് ഇങ്ങോട്ട്, കാരണം ഇവരെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത്. 2 ൽ നിന്ന് 1 ലേക്കാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് R12 ക്യാപ്പ്. R12 ക്യാപ്പ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? R12 ക്യാപ്പ് ഈസ് ഈക്വൽ ടു R12 വെക്ടർ ഈസ് ഈക്വൽ ടു ഈ ഫോർമുലയിൽ കൂടെ ഇറ്റ് ഈസ് R1 മൈനസ് R2. R1 മൈനസ് R2. നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ വെക്ടറും ഒന്ന് കൺസിഡർ ചെയ്താൽ ഇവന്മാർ തമ്മിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വെക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ അതിന് പേര് വിളിച്ചിട്ടുണ്ട് നെഗറ്റീവ് വെക്ടർ എന്ന് വിളിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? സോ വാട്ട് ഇസ് നെഗറ്റീവ് വെക്ടർ? ഒരു വെക്ടർ അങ്ങോട്ടും അത്രയും തന്നെ ഒരു വെക്ടർ ഇങ്ങോട്ടും എയും ബിയും ആണെങ്കിൽ എയും ബിയും ഈക്വൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് നെഗറ്റീവ് വെക്ടർ എന്നല്ലേ പറയുന്നത്. വിച്ച് മീൻസ് നമുക്ക് ഇവിടെ എഴുതാം R12 is equal to മൈനസ് R21. വെക്ടർ R12 is equal to മൈനസ് R21. വെക്ടർ അങ്ങോട്ടുള്ള വെക്ടറിന്റെ ഓപ്പോസിറ്റ് ഈക്വലും ആയതുകൊണ്ട് നെഗറ്റിവിറ്റി ഇടാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്നത് വെക്ടർ റെപ്രസെന്റേഷൻ, ഡയറക്ഷൻ, പൊസിഷൻ വെക്ടർ, യൂണിറ്റ് വെക്ടർ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ എന്ത് പഠിക്കാൻ പോകുന്നത്? വെക്ടർ ഫോം ഓഫ് കൂളോംസിനെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് പോസിറ്റീവ് ചാർജുകളെ കൺസിഡർ ചെയ്യാം. രണ്ട് പോസിറ്റീവ് ചാർജ്, ഇതായത് ഒരു പോസിറ്റീവ് ചാർജ് ആണ്, ഇത് വേറൊരു പോസിറ്റീവ് ചാർജ് ആണ്. ഈ രണ്ട് പോസിറ്റീവ് ചാർജുകളെ പ്രത്യേകത ഇതിനെ Q1 എന്ന് വിളിക്കുന്നു, ഇതിനെ Q2 എന്ന് വിളിക്കുന്നു. ഇവർ രണ്ടുപേരെയും 6 ഡിസ്റ്റൻസ് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. എത്ര ഡിസ്റ്റൻസ് ആണ്? 6 ഡിസ്റ്റൻസ്. 6 ഡിസ്റ്റൻസ് സെപ്പറേഷൻ വെച്ചിരിക്കുന്ന രണ്ട് ചാർജുകളാണ് Q1 Q2, രണ്ട് പോസിറ്റീവ് ചാർജുകളാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം അക്കോർഡിംഗ് ടു കൂളോംസ് ലോ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞുതരാമോ? യെസ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് F is equal to K into Q1 Q2 by R². പക്ഷെ ഞാൻ പറഞ്ഞു ഈ LHSൽ കിടക്കുന്ന സാധനം ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ ഇതുവരെ മാഗ്നിറ്റ്യൂഡേ ആയിട്ടുള്ളൂ. ഇതിന് എന്ത് കൂടെ വേണം? ഡയറക്ഷനും കൂടി വന്നാൽ മാത്രമേ ഇതൊരു വെക്ടർ പ്രോഡക്റ്റ് ആയിട്ട് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് മാറത്തുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ എന്തിലേക്ക് മാറ്റുന്നത്? വെക്ടർ ഫോമിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഡയറക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ഫോഴ്സിനെ ഡയറക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പോകാം. ശ്രദ്ധിച്ചു, ഈ ചാപ്റ്ററിൽ 90% ഓഫ് പ്രോബ്ലംസും ഡെറിവേഷൻസും ഈ ഡയറക്ഷൻ ബേസ് ചെയ്തിട്ട് ചാർജുകൾക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെയാണേ? അപ്പൊ ഈ പറയാൻ പോകുന്ന കൺസെപ്റ്റ് അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ശ്രദ്ധിച്ചിരിക്കുക. നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങളോട്. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെയാണ്, എത്ര ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സുകൾ ഉണ്ടാവും? എത്ര എണ്ണം ഉണ്ടാവും ഫോഴ്സുകൾ? ഇവിടെ രണ്ട് ഫോഴ്സുകൾ ഉണ്ടാവും. ഏതൊക്കെയാണ് രണ്ട് ഫോഴ്സുകൾ നോക്കിയേ. ഇവിടെ 1 എന്ന് പറഞ്ഞ പോസിറ്റീവ് ചാർജ്, 2 എന്ന് പറഞ്ഞ പോസിറ്റീവ് ചാർജിലേക്ക് ഫോഴ്സ് കൊടുക്കില്ലേ? അതായത് 1 ഒരു ഫോഴ്സ് 2ലേക്ക് കൊടുക്കും. ദാറ്റ് ഈസ് ഓൺ 2 by 1. അതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാലോ, ഇവിടെ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 1 അല്ലേ? അവൻ എന്ത് ചെയ്യും? 2വിനെ റിപ്പൽ ചെയ്യും. കാരണം രണ്ട് പോസിറ്റീവ് ചാർജ് 1 2വിനെ റിപ്പൽ ചെയ്യും. അപ്പൊ അവൻ അങ്ങോട്ടല്ലേ തള്ളത്തുള്ളൂ അല്ലേടാ? നോക്കി, ഈ 1 എന്ന് പറഞ്ഞത് 2വിനെ അങ്ങോട്ട് തള്ളുന്നു. സോ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ.
അല്ലെ? ഞാൻ ആ ഫോഴ്സിന് പേര് കൊടുക്കുകയാണ് F21. എന്താ F21 എന്ന് കൊടുത്തത്? രണ്ട് ഫോഴ്സ് ഉണ്ടാകുന്നത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഒരു പേര് കൊടുത്തത്. ഇനി F21ന്റെ മീനിങ് ഇതാണ്. F21 എന്ന് എഴുതിയ മീനിങ് ഇതാണ്. ഇറ്റ് ഈസ് ഓൺ ടു ബൈ 1. ഇങ്ങനെ വേണം വായിക്കാൻ. പല ചാപ്റ്ററിലും ഇങ്ങനത്തെ ഒരു റെപ്രസെന്റേഷൻ വരും. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് F21 എന്ന് എഴുതിയ മീനിങ് ഇതാണ്. ഓൺ ടു ബൈ 1. ആദ്യം എഴുതുന്നത് ഓണും രണ്ടാമത് എഴുതുന്നത് ബൈ വയ്ക്കും. ആര് കൊടുക്കുന്നു അത് രണ്ടാമത് എഴുതുക ബൈ. എങ്ങോട്ടാണോ കിട്ടുന്നത് അത് ആദ്യം എഴുതണം. സോ F21 മീൻസ് ഓൺ ടു ബൈ 1. 2 1ലേക്ക് കൊടുക്കും. സോറി 2ലേക്ക് 1 കൊടുക്കും. 2ലേക്ക് 1 കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഇറ്റ് ഈസ് k into q1 q2 by r². ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ ഞാൻ r21 എന്ന് വിളിച്ചോട്ടെ. 2 ലേക്ക് 1 എന്നുള്ള ഡിസ്റ്റൻസിനെ എന്ത് വിളിച്ചു? r21. സോ r21 എന്ന് പറഞ്ഞാൽ എന്താ? 2 ന് 1 നുള്ള ഡിസ്റ്റൻസ് ആണ്. അതിന്റെ സ്ക്വയർ r21 ന്റെ സ്ക്വയർ. ഇപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ? ഇനി ഇതിന്റെ ഡയറക്ഷൻ കൊണ്ടല്ലേ പറ്റുന്നത്. അപ്പോൾ ആ ഡയറക്ഷൻ കൊണ്ട് ഏതെങ്കിലും ഒരു യൂണിറ്റ് കിട്ടിയാൽ പോലെ മതി. ഇവിടുത്തെ ഡയറക്ഷൻ ഉണ്ട്, ഇവിടുന്ന് അങ്ങോട്ടല്ലേ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഡിസ്റ്റൻസിനെ പൊസിഷൻ വെക്ടർ ആയിട്ട് 1 ൽ 2 ലോട്ടുള്ള പൊസിഷൻ വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്താൽ അതേ ഡയറക്ഷനിൽ തന്നെ ഈ ഫോഴ്സ് ഉപയോഗിക്കുന്നത്. ഫോഴ്സ് അങ്ങോട്ട്, ഇവിടുത്തെ പൊസിഷൻ വെക്ടർ അങ്ങോട്ട്. അപ്പോൾ ഇവന്റെ യൂണിറ്റ് വെക്ടറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ സത്യം. ഫോഴ്സ് അങ്ങോട്ട്, ഇവന്റെ പൊസിഷൻ വെക്ടർ അങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ R21 ന്റെ യൂണിറ്റ് വെക്ടറായ R21 ക്യാപ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. ഇപ്പൊ നോക്കൂ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇത് ഇവന്റെ ഡയറക്ഷൻ തന്നെയാണ് ഫോഴ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇത് വെക്ടർ ആയിട്ട് വെക്ടർ ഫോം ഓഫ് കൂളോംസ് ലോ. സോ ഞാൻ ഇവിടെ വെക്ടർ ഫോം ഓഫ് കൂളോംസ് ആണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞേ F12 ഒന്ന് പറഞ്ഞു നോക്കിയേ. F12 മീനിങ് എന്താ? ഓൺ 1 ഇവൻ ബൈ 2 അല്ലേ? ഇവൻ കൊടുക്കുന്നു ഓൺ 1 ബൈ 2. ഇവൻ കിട്ടുന്നത് ഇവനാണ് അല്ലേ? Q1 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞു ഇവന്റെ ഡയറക്ഷൻ കൊണ്ടായിരിക്കും. ഇവനാണ് കൊടുക്കുന്നത്, ഇവനാണ് കിട്ടുന്നത്. ഇവൻ പോസിറ്റീവ്, ഇവനും പോസിറ്റീവ്. പോസിറ്റീവിന്റെ നമ്മൾ ഇപ്പൊ ചെയ്യും. ഡയറക്ഷൻ മനസ്സിലായോ? ചാർജുകൾ നോക്കി വേണം എങ്ങോട്ടാണ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. ഇവനും പോസിറ്റീവാണ്, ഇവനും പോസിറ്റീവാണ്. ഇവനാണ് ഫോഴ്സ് കൊടുക്കുന്നത്, ഇവനാണ് ഫോഴ്സ് കിട്ടുന്നത്. ഇവനെ ഇങ്ങോട്ട് തള്ളും ആണോ? ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് F12. ഡയറക്ഷൻ നോക്കിയിട്ട് ഞാൻ പേരുകൾ കൊടുത്താൽ എന്താ കൊടുത്തത്? F12 ആണോ? ഇനി നിങ്ങൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് k into ഫസ്റ്റ് ഞാൻ ഇവിടെ Q2 ആണ്. Q2 into Q1. ഞാൻ അതിനെ എങ്ങനെ എഴുതിക്കോട്ടെ? Q1 into Q2 കുഴപ്പമില്ലല്ലോ ബൈ r². ദാ ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ ഞാൻ R12 എന്ന് വിളിക്കുകയാണ്. എന്താ വിളിച്ചത്? R12. നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസും അവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിം അല്ലേ? R21 is equal to R12 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഞാൻ R12 സ്ക്വയർ കൊടുത്തോട്ടെ. ഇനി ഇതിനെ ഒരു പൊസിഷൻ വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇതിന്റെ ഡയറക്ഷൻ 2 ൽ നിന്ന് 1 ലേക്ക് അല്ലേ? 2 ൽ നിന്ന് 1 ലേക്ക്. അങ്ങനെയാണെങ്കിൽ അതിന്റെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവരുടെ ഡയറക്ഷൻ ആയിട്ട് ദാറ്റ് ഈസ് R12 ക്യാപ്. R12 ക്യാപ്. നോക്കൂ, വെക്ടർ ഫോം ഓഫ് കൂളോംസ് ലോ. F21 is equal to k into Q1 Q2 by R21 സ്ക്വയർ. അത് നോക്കണ്ട, ഡിസ്റ്റൻസ് അല്ലേ? സ്ക്വയർ ഇൻടു ഏത് യൂണിറ്റ് വെക്ടർ കറസ്പോണ്ടിങ് പൊസിഷൻ വെക്ടറുടെ യൂണിറ്റ് വെക്ടർ. അപ്പോൾ വെക്ടർ ഫോം ആക്കാൻ ഏറ്റവും സിമ്പിൾ ആണ്. അതിന്റെ പൊസിഷൻ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറോട് മൾട്ടിപ്ലൈ ചെയ്യണം. പറ്റിയോ? അടുത്തത് F12 എടുക്കുമ്പോൾ സെയിം തന്നെ, പക്ഷെ യൂണിറ്റ് വെക്ടർ മാറി. ക്ലിയർ ആണോ? ഇതിനെയാണ് വിളിക്കുന്നത് വെക്ടർ ഫോം ഓഫ് കൂളോംസ്. മനസ്സിലായല്ലോ? ഡയറക്ഷൻ നോക്കുന്നത് മനസ്സിലായല്ലോ? ഡയറക്ഷൻ നോക്കുന്നതിന്റെ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ ഏത് ഡെറിവേഷൻ പഠിക്കണമെങ്കിലും ഈ ഡയറക്ഷൻ കൺസിഡർ ചെയ്തതും ഇതിനെ റെപ്രസെന്റ് ചെയ്തതും ഒന്ന് നോട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതും കൂടി ഒന്ന് ഇതിന്റെ കൂടെ ഡിസ്കസ് ചെയ്തതിൽ എളുപ്പമായിരിക്കും. അത് ഞാൻ ഡെറൈവ് ചെയ്തതിനു ശേഷം പറയാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കിയേ. ഈ ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്നും ഈ ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും വെച്ചോട്ടെ. അങ്ങോട്ടുണ്ടായ ഫോഴ്സിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇങ്ങോട്ടുണ്ടായ ഫോഴ്സിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും വെച്ചു. ഓക്കെ ആണല്ലോ? ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതാൻ പോകുന്നത് ദാറ്റ് ഈസ് F21 ഈക്വൽ ടു അതിന് പറഞ്ഞേ k into Q1 Q2 by R21. നിങ്ങൾ ശ്രദ്ധിച്ചേ, R21 എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ? ആ ഡിസ്റ്റൻസും ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിം അല്ലേ? കാരണം അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് R21 ആണെങ്കിൽ അവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് R12 ആണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇവിടെ അങ്ങോട്ട് 5 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങോട്ട് 5 സെന്റിമീറ്റർ ഇല്ലേ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന് പകരം ഇവിടെ R12 സ്ക്വയർ ആയിരിക്കും. തെറ്റുണ്ടോ? കാരണം ഞാൻ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ ഇതിനെ വെക്ടറായിട്ട് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ R21 എന്ന് പറഞ്ഞ വെക്ടറായിട്ട് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ അതിന്റെ ഈക്വലും ഓപ്പോസിറ്റുമാണ് R12 എന്ന് പറഞ്ഞ വെക്ടർ. വെക്ടറായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഇത് മൈനസ് ഇട്ട് കൊടുക്കേണ്ടി വരുന്നത്. കാരണം എന്താ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വെക്ടർ. വെക്ടർ ഓപ്പോസിറ്റ് ആകുമ്പോൾ മൈനസ് കൊടുക്കണം അല്ലേ?
അങ്ങനെയാണെങ്കിൽ ഇൻറ്റു R21 പകരം ഞാൻ -R12 കൊടുക്കട്ടെ. ഇറ്റ് ഈസ് -R12. ഞാനൊരു മൈനസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം R21 പകരം ഞാനിവിടെ -R12 ക്യാപ്പ് ആയിട്ടുണ്ട്. സോ എനിക്ക് F21 ഇക്വേഷൻ നമ്പർ 1 എങ്ങനെ എഴുതാൻ പറ്റി? A by R21 പകരം R12 കൊടുത്തു, കാരണം ഡിസ്റ്റൻസ് സെയിം ആണ്. R21 ക്യാപ്പിന് പകരം -R12 ക്യാപ്പ് എന്ന് കൊടുത്തു, കാരണം വെക്ടേഴ്സ് എടുക്കുമ്പോൾ ഈക്വലും ഓപ്പോസിറ്റും ആണ്. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ഇവിടെ ഒരു മൈനസിന് കോമൺ എടുത്തേ. ഇറ്റ് ഈസ് മൈനസ് k ടൈംസ് q1 q2 ഡിവൈഡഡ് ബൈ R12 ന്റെ സ്ക്വയർ ഇൻറ്റു R12 ക്യാപ്പ്. ഓക്കെ, ഇത്ര സാധനം എവിടെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് ഇത്ര സാധനം എവിടെ കണ്ടിട്ടുണ്ടോ? ഇക്വേഷൻ നമ്പർ 2 അല്ലേ ഇത്? നോക്കൂ, k q1 q2 ബൈ R12 സ്ക്വയർ ഇൻറ്റു R12 ക്യാപ്പ് ആണോ? സോ എനിക്ക് എന്ത് എഴുതാം? മൈനസ് F12 മൈനസ് F12. ക്ലിയർ ആണോ? പറഞ്ഞു എന്താണെന്ന് മനസ്സിലായി കാണും. എന്തായിരുന്നു നോക്കിയേ, ദാ ഇക്വേഷൻ ഇപ്പോ ഇങ്ങനെ കിട്ടി. F21 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? -F12 ന്റെ വെക്ടർ വെച്ച് നോക്കുവാണെങ്കിൽ F21 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലായിരിക്കും? -F12 ന്. അതായത് അങ്ങോട്ട് പോയ ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇങ്ങോട്ട് പോയ ഫോഴ്സ്. രണ്ട് ചാർജുകൾ പരസ്പരം ആ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ അങ്ങോട്ടുണ്ടാകുന്ന ഫോഴ്സും ഇങ്ങോട്ടുണ്ടാകുന്ന ഫോഴ്സും ഈക്വലും ഓപ്പോസിറ്റ് ആയിരിക്കും. which means it obeys ന്യൂട്ടൺസ് തേർഡ് ലോ. ആണോ? ന്യൂട്ടൺസ് തേർഡ് ലോ. ദാ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, കൂളോംസ് ലോ ബേസ് ന്യൂട്ടൺസ് തേർഡ് ലോ. എന്ത് പ്രൂവ് ചെയ്യണം? നമ്മൾ ആദ്യം വെക്ടർ ഫോം എഴുതി, അവിടെ യൂണിറ്റ് വെക്ടേഴ്സ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് മൈനസ് സൈൻ കൊടുത്ത് ദാ ഇത് പ്രൂവ് ചെയ്യണം. ആണോ? സോ കൂളോംസ് ലോ ബേസ് ന്യൂട്ടൺസ് തേർഡ് ലോ. അതിനർത്ഥം for every action there is equal and opposite reaction. ഇത് നമ്മൾ പ്ലസ് 1 പഠിച്ചല്ലേ? ഒരു ഫോഴ്സും ഒറ്റയ്ക്ക് ഉണ്ടാവുന്നില്ല. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെങ്കിൽ പോലും അതൊരിക്കലും ഒറ്റയ്ക്ക് ഉണ്ടാവില്ല, പെയർ ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. F21 ഉണ്ടായാൽ ഉറപ്പാണ് എന്തുണ്ടാവും? F12 ഉണ്ടാവും. നമ്മളിത് പ്ലസ് 1 പഠിച്ചു. ചക്കയും മാങ്ങ എടുത്ത് വെച്ചാൽ ചക്ക മാങ്ങ അട്രാക്ട് ചെയ്യും, മാങ്ങ ചക്ക അട്രാക്ട് ചെയ്യും. Q1 ഉം Q2 അടുത്തടുത്ത് വെച്ചാൽ Q1 Q2 ന് ഫോഴ്സ് കൊടുക്കും, Q2 Q1 ന് ഫോഴ്സ് കൊടുക്കും. അത് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ ചാർജുകൾ കിടക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് പോസിറ്റീവ് ചാർജാണ്, ആ ഇരിക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഇവനും തമ്മിലുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് ഞാൻ നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവൻ അവനിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? 2/1. ഇവന് പോസിറ്റീവ്, അവന് പോസിറ്റീവിനെ അങ്ങോട്ട് തള്ളും, ആ ഡയറക്ഷനിലേക്ക് തള്ളും അല്ലേ? പോസിറ്റീവ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് പോസിറ്റീവ് ചാർജാണ്. അത് നമ്മൾ പോസിറ്റീവ് ചാർജാണ്. ഇവൻ Q1ലേക്ക് ആ ഡയറക്ഷനിലേക്ക് കൊടുക്കുക, കാരണം ഇവൻ അങ്ങോട്ടാണ് തള്ളാൻ പോകുന്നത്, ആ ഡയറക്ഷനിലേക്ക് തള്ളിവിടും. on 1/2. സോ അവൻ ഇങ്ങോട്ട് അത് ഇങ്ങോട്ടാണെങ്കിൽ ഇവൻ അങ്ങോട്ട് കൊടുക്കുന്നത് ആ ഡയറക്ഷനിലേക്ക്. മനസ്സിലായോ? അപ്പൊ നമ്മൾ കൂളോംസിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻസ് എന്ന ഡിഫറെന്റ് കണ്ടീഷൻസ് നോക്കാൻ പോകാം. അപ്പൊ ഞാൻ ആദ്യം എടുത്തുക രണ്ട് പോസിറ്റീവ് ചാർജാണ്. ഫസ്റ്റ് പോസിറ്റീവ് ആണ്, സെക്കൻഡ് പോസിറ്റീവ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചേ, on 2/1. ഇവൻ പോസിറ്റീവ് ആണ്, ഇവനെ അങ്ങോട്ട് തള്ളി. ഇവനെ പോസിറ്റീവ് ആണ്, ഇവനെ ഇങ്ങോട്ട് തള്ളി. അതായത് F12 ഇങ്ങോട്ട് തട്ടിയോ. ഇനി സപ്പോസ് ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണെന്ന് വെച്ചോ. ഫസ്റ്റ് ചാർജ് പോസിറ്റീവ്, സെക്കൻഡ് ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇവനെ അട്രാക്ട് ചെയ്യുക, കാരണം ഓപ്പോസിറ്റ് ചാർജ് അട്രാക്ട് ചെയ്യേണ്ടത് ഇവനാണ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരാളെ കുറിച്ച് ഇങ്ങോട്ട് വലിച്ചാൽ അയാൾ ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവനാണ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇവനാണ് അത് കിട്ടുന്നത്. അപ്പോൾ അവനെ ഇങ്ങോട്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ചാർജ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ടെൻഡൻസിയാണ്. ഇവൻ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നത് F21 ഡയറക്ഷൻ ഇങ്ങോട്ട്. അറ്റ് ദ സെയിം ടൈം ഇവനാണ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെക്കൻഡ് ഫോഴ്സ്, അതായത് F12 on 1/2. അപ്പോൾ ഇവനെ അങ്ങോട്ട് പിടിച്ചു വലിക്കുക. അതുകൊണ്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ കിട്ടുന്നതാണ്. ഇവനാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവനെ ഇങ്ങോട്ടല്ലേ പിടിച്ചു വലിക്കുക, കാരണം നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് അറ്റാക്ക് ചെയ്യണം. on 2/1. ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് നെക്സ്റ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇവനെ അങ്ങോട്ട്, ഈ ബോഡി അങ്ങോട്ട് മൂവ് ചെയ്യുന്നത് നെക്സ്റ്റ് ആണ്. അപ്പൊ ലാസ്റ്റ് കേസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നെഗറ്റീവ് രണ്ടുപേരും സെയിം ചാർജുകളായതുകൊണ്ട് റിപ്പൽ ചെയ്യും അല്ലേ? ഇവനെ അങ്ങോട്ട് റിപ്പൽ ചെയ്യും, സെയിം ടൈം ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. 4 പോസിബിൾ കേസസ് ആണ്. ഈ 4 പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡെറിവേഷൻസ് ആയിട്ട് ഒരുപാട് യൂസ് ചെയ്യാം, ഒരുപാട് ഗുണം ചെയ്ത സാധനമാണ്. അതായത് ഡയറക്ഷൻസ് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എങ്ങോട്ടൊക്കെ
ക്ലിയർ ആണോ? താങ്ക് യു.